കാവലാകുമോ നീതിപീഠം, പുലരുമോ നീതി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം കേരളം ഒന്നാകെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടി.പി. മിനി പറഞ്ഞതുപോലെ അത്രയധികം ആളുകളാണ് ഇതെന്താകും എന്നുള്ള ആകാംക്ഷയിലിരിക്കുന്നത്. ഇങ്ങനൊരു കേസ് ഇതിനു മുൻപ് ഉണ്ടായിട്ടേ ഇല്ല. അത്രയധികം മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു ഈ കേസ് കാരണം എന്നുള്ളത് കൂടി നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ 8 വർഷങ്ങളിൽ. കോടതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കോടതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുമായി ഇത്ര കാലം എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടിയായി അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, കോടതിക്കാലം നമുക്കറിയാം, അത് 17 മുതൽ എങ്ങനെയൊക്കെ ആ കേസ് പോയിരുന്നു, എന്തൊക്കെ ട്വിസ്റ്റുകൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെ 8 വർഷം നീണ്ട ആ ഒരു കടുപ്പമേറിയ നിയമ പോരാട്ടമാണ് കോടതിയിലേക്ക് അവസാന ദിവസത്തിലേക്ക് എത്തുന്നത്. എന്ത് വിധിയായിരിക്കും കോടതിയിൽ സംഭവിക്കുക എന്ന ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും നമുക്ക് പറയാനും സാധിക്കുകയില്ല. പക്ഷേ ഇനി നാളെ കോടതിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊപ്പം ഈ കഴിഞ്ഞ 8 വർഷത്തിനെ കുറിച്ച് പിന്നെ നീണ്ട ഒരു കാലയളവ് എന്ന് നമുക്ക് വേണമെങ്കിൽ എന്നല്ല, അത് കുറെ കൂടി ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ്. ഒരു അതിജീവിത അവർക്ക് കൃത്യമായി നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ കുറേയധികം കാലം പോരാട്ടം നയിച്ച നീണ്ട 8 വർഷക്കാലം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. എങ്കിലും വളരെ ചുരുക്കി പറഞ്ഞാൽ 2017 മുതൽ ഇങ്ങോട്ട് ആദ്യം കുറ്റപത്രം സമർപ്പിക്കുന്ന അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി, അവിടെ നിന്ന് പിന്നീട് സെഷൻസ് കോടതി, ഈ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം പരിഗണിച്ച് സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് വരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഒരു വനിതാ ജഡ്ജി തന്നെ ഈ കേസ് കേൾക്കണം എന്നുള്ള നടിയുടെ തന്നെ അതിജീവിതയുടെ തന്നെ ആവശ്യപ്രകാരം ഈ കേസ് പിന്നീട് ഇപ്പോൾ ഈ കേസിന്റെ വിധി പറയാൻ പോകുന്ന ജഡ്ജി ഹണി എം വർഗീസിന്റെ മുന്നിലേക്ക് എത്തുന്നത്. പലതവണ വിചാരണാ വേളകളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഒക്കെ ഇങ്ങനെ ഒരു വനിതാ ജഡ്ജി തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ട അതിജീവിത തന്നെ കോടതികളെ സമീപിക്കുന്ന അത്യന്തം ദുഃഖകരമായ ചില ഘട്ടങ്ങളിലും ഈ കേസിനിടക്കുണ്ടായി, ഈ കാലയളവിനിടക്ക് ഉണ്ടായി. അത് കാരണം പ്രത്യേകമായി തന്നെ ചില കാര്യങ്ങൾ അതിജീവിത ചില കത്തുകളിലും പരാതികളിലുമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹണി എം വർഗീസ് എന്ന് പറയുന്ന ഈ ജഡ്ജി പക്ഷപാതമായി പെരുമാറുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ കേസിന്റെ മെറിറ്റിലേക്ക് പോവാതെ മണിക്കൂറുകളോളം ഒരു തരത്തിലുള്ള ലക്ഷ്യബോധവുമില്ലാതെ ഈ തരത്തിൽ കോടതിയിൽ ഇടപെടുന്നു. ഇത് ഒരുപക്ഷെ കടന്നുപോയ ട്രോമയിലൂടെ തന്നെ വീണ്ടും കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണം ഹൈക്കോടതിക്ക് ഉൾപ്പെടെ നൽകിയ കത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് കുറെ കൂടി ഗൗരവപൂർവ്വം കാണണം. അതിനോടനുബന്ധിച്ച് നമുക്ക് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിചാരണ കോടതിയിൽ നടക്കുന്ന പ്രഹസനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊരു അടച്ചിട്ട കോടതി മുറിയിലെ വ്യവഹാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് തുറന്ന കോടതിയിൽ വേണം കുറെ കൂടി ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് സുതാര്യമായി പൊതുസമൂഹം അറിയണം, മനസ്സിലാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അവർ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഒരു വനിതാ ജഡ്ജി തന്നെ കുറെ കൂടി ഒരു അതിജീവിതയുടെ സൗകര്യാർത്ഥം ഇത് കേൾക്കണമെന്ന് പറഞ്ഞ അതിജീവിത തന്നെ അതേ നിലപാട് ഒരു വനിതാ ജഡ്ജിക്കെതിരെ നേരെ തിരിച്ചു ഉന്നയിക്കുമ്പോൾ കുറെ കൂടി ഗൗരവമുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ കേട്ട അഭിഭാഷക അഡ്വക്കേറ്റ് ടി.പി. മിനി ഈ പറയുന്നത്. ഒന്നാം പ്രതിയുടെ നേരെ മുന്നിൽ നിൽക്കുന്നത് അതിജീവിതയെ സംബന്ധിച്ച് ദിലീപും ഒപ്പം അതിജീവിത തന്നെ മാറ്റണം എന്നാവശ്യപ്പെട്ട ജഡ്ജിയുമാണ് എന്നുള്ളതാണ്. ശരി മുസ്തഫ,